കോവിഡിന് ശേഷം ചൈനയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വൈറസ് ബാധ ഇന്ത്യയിലുമെത്തി. രാജ്യത്ത് ഇതാദ്യമായി കർണാടകയിലാണ് 2 HMPV കേസുകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. യലഹങ്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സ്ഥിരീകരിച്ചു. രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ 2 രോഗികൾക്കും അന്താരാഷ്ട്ര യാത്രാ ചരിത്രമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആരോഗ്യ മന്ത്രാലയം ലഭ്യമായ എല്ലാ നിരീക്ഷണ ചാനലുകളിലൂടെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ സാഹചര്യത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന സമയബന്ധിതമായ അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. ഇത് നിലവിലുള്ള നടപടികൾക്ക് കൂടുതൽ സഹായകരമാകുമെന്ന് കരുതുന്നു. അടുത്തിടെ രാജ്യത്തുടനീളം നടത്തിയ പകർച്ചവ്യാധി പ്രതിരോധ പരിശീലന ഡ്രില്ലുകൾ ഇന്ത്യയെ ശ്വസന രോഗങ്ങളുടെ വർധനയെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കിയിട്ടുണ്ട്. അവശ്യഘട്ടത്തിൽ പൊതുജനാരോഗ്യ ഇടപെടലുകൾ ഉടൻ നടപ്പാക്കാൻ രാജ്യം സജ്ജവുമാണ്. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് HMPV. ഇത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്നു. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില കേസുകളിൽ വൈറസ് ബ്രോങ്കൈറ്റിസ് അഥവാ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കും. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ 10% മുതൽ 12% വരെ HMPV മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് ഗവേഷകർ പറയുന്നു. 5% മുതൽ 16% വരെ കുട്ടികളിൽ ന്യൂമോണിയ പോലുള്ള താഴ്ന്ന ശ്വാസകോശ അണുബാധ ഉണ്ടാകാം. HMPV ഉള്ളവരുമായി നേരിട്ട് സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ ആണ് രോഗം പടരുന്നത്. രാജ്യത്ത് HMPV സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏത് സാഹചര്യം നേരിടാനും രാജ്യം തയ്യാറാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. HMPV രോഗം ബാധിച്ച 2 പേർക്കും അന്താരാഷ്ട്ര യാത്രാ പശ്ചാത്തലമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യയിൽ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും മുമ്പ് തന്നെ HMPV വൈറസ് നിലവിലുണ്ട് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം നിലവിൽ 2 കേസുകളും ചൈനയിൽ നിന്നുള്ള വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തും. ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കർണാടക ആരോഗ്യ വകുപ്പ് പറയുന്നത്. കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി എത്തുന്നവരെ HMPV ടെസ്റ്റ് നടത്തും. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകുമെന്നതാണ് ആശങ്കപ്പെടേണ്ട കാര്യം. പനി, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചുമ, മൂക്കടപ്പ് മുതലായവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ശരീരസ്രവങ്ങളിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നത്. മൂക്ക്, വായ, കണ്ണ് എന്നീ അവയവങ്ങളിൽ തൊടുകയും സ്രവങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് വൈറസ് വളരെ വേഗത്തിൽ പകരുന്നതിന് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക്, ട്രൂത്ത് ലൈവ്.